വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുനസന്ധ്യയിൽ വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുനസന്ധ്യയിൽ പാർവതീ പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു. വില്ലുകുലയ്ക്കൂ, ശരം തൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരി താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻ ഹൃത്തടം. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീവിയോഗവ്യഥയിൽ വിന്ധ്യാചലം. യുഗങ്ങൾ എത്ര കഴിഞ്ഞു, യുദ്ധങ്ങൾ എത്ര കഴിഞ്ഞു. വിന്ധ്യാചലത്തിന്റെ ഈ താഴ്വരയിൽ മരിച്ചാലും മരിക്കാത്ത മായാരൂപിണിയായി ഈ താടക. കൂട്ടിന് മറ്റൊരു മായാരൂപിണിയും. ഇതാ ഇവൾ ശൂർപ്പണഖ. അവനെ പ്രണയിച്ച മറ്റൊരുവൾ, പ്രണയിച്ച് കൊതി തീരാത്തവൾ. നീ ഓർക്കുന്നുണ്ടോ വിശ്വാമിത്രന്റെ വാക്കുകൾ? പശുക്കളെയും ബ്രാഹ്മണരെയും രക്ഷിക്കുവാൻ താടകയെ കൊല്ലണമെന്നായിരുന്നു ആ വൃത്തികെട്ടവൻ വിളിച്ചു പറഞ്ഞത്. ദേവന്മാരുടെ കൊലകൾ പൊറുക്കപ്പെടും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. അതാ നീ അവിടെ കാണുന്നില്ലേ? അവിടെ കുരുക്ഷേത്ര ഭൂമിയുടെ ശ്മശാന ശൂന്യതയിൽ അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഒറ്റയ്ക്കൊരു സ്ത്രീ, ദ്രൗപദി. ദ്രൗപദി ദ്രൗപദി മധ്യത്തിലേക്ക് വലിച്ചിഴച്ചത് ശരിയോ? ഭീഷ്മ പിതാമഹനും വല്യച്ഛനും ധർമ്മനീതിയുടെ കാവലാളുകൾക്കും ഒന്നും പറയാനില്ലേ? ഞാൻ അടിമയാണോ? രാജനീതിയും ധർമ്മശാസ്ത്രങ്ങളും ഒരു സ്ത്രീയുടെ നെഞ്ചകം മനസ്സിലാക്കാൻ അവർക്ക് ഒരിക്കലും ആകില്ല, ഒരിക്കലും. കണ്ടില്ലേ, ഒറ്റ വസ്ത്രമെടുത്ത് അന്തപുരത്തിൽ രജസ്വലയായ എന്നെ അപമാനിതയാക്കിയത് ഏത് രാജനീതി, ഏത് ധർമ്മശാസ്ത്രങ്ങൾ? പറയുവേ. അന്ന് രാജസദസ്സിൽ ഈ തലമുടി ദുശാസനൻ പിടിച്ചു വലിച്ചിഴച്ച ഈ തലമുടി, ഒരു ദുശാസനൻ, ഒരേ ഒരു ദുശാസനന്റെ രക്തത്തിൽ പുരണ്ട കൈകൾ കൊണ്ട് മാത്രം ഞാനിത് ഈ തലമുടി കെട്ടിവയ്ക്കില്ല. ഇവിടെ ഈ തലമുടി കെട്ടിവയ്ക്കില്ല. നിർനിമേഷയായി താത്രിയിരിക്കുന്നു, നിർവൃതിയാർന്നും നിറം പകർന്നും, മാറിലും തന്മുഖതാരിലും മുദ്രകൾ, മാറിവില്ലോലും മുകിൽ കണക്കെ
നമ്പ്യാളും കൽപ്പകശ്ശേരി മനക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളുമായ താത്രി എന്ന സാവിത്രി അന്തർജനം. കുറിയേടത്ത് താത്രി ഇന്ന് ഈ പുരുഷാരത്തിന് മുന്നിൽ സദാചാര ലംഘനത്തിന്റെ പേരിൽ, ജാത സംസർഗത്തിന്റെ പേരിൽ എന്റെ സ്മാർത്ത വിചാരം, നിങ്ങളുടെ കണ്ണിൽ ഞാൻ പിഴച്ചവൾ, ആ ജീവനാന്ത വൈദ്യം ഏറ്റുവാങ്ങിയവൾ. എനിക്ക് ഇരച്ചു കയറണം, പുരുഷന്റെ നെഞ്ചുകളിലേക്ക് ഇരച്ചു കയറണം. രക്തക്കുഴലുകളും എല്ലിൻ കൂടുകളും വലിച്ചെടുത്ത് എറിഞ്ഞെറിഞ്ഞ് കളിക്കണം. കാട് വെട്ടിത്തളിക്കേണ്ടവർ നടക്കേണ്ടത് കാട്ടുവഴികളിലൂടെ തന്നെയാണ്. ഞാൻ ബലിയാടാകാം, ഞാൻ പിഴച്ചവളെന്ന് വിളിച്ചു പറയാം. ഓരോരോ ആദ്യന്മാർക്കും ഇന്ന നാളിൽ ഇത്ര ഉറപ്പിലേക്ക് ഞാൻ എന്നെ വിറ്റ കഥ വിളിച്ചു പറഞ്ഞ് എന്നെ നശിപ്പിച്ചവരെയൊക്കെ പണി കടത്തി വിടാം. പക്ഷേ ഈ താത്രി എല്ലാറ്റിനെയും പ്രണയിക്കുന്നവൾ, സംഗീതത്തെ, ആനകളെ, കഥകളിയെ, നൃത്തത്തെ, എന്തിന് പ്രണയത്തെ തന്നെ പ്രണയിക്കുന്നവൾ, പ്രണയിച്ച് കൊതി തീരാത്തവൾ. 1080 മിഥുനം 12. രാമരാജ കൊച്ചി മഹാരാജൻ തലപ്പള്ളി താലൂക്ക് ഏമാൻ പ്രവർത്തി ചെമ്മന്തിട്ടാമൊഴി കുറിയിടത്തില്ലത്ത് രണ്ടാമൻ രാമൻ നമ്പൂതിരി വിവാഹം ചെയ്ത കൽപ്പകശ്ശേരി മകൾ താത്രി അന്തർജനത്തെ അടുക്കള ദോഷത്തിന്റെ പേരിൽ സ്മാർട്ട് വിചാരം ചെയ്യാൻ പുറപ്പെടുവിച്ച വിവരം ഇതിനാൽ അറിയിക്കുന്നു. ഒന്നാമൻ നമ്പ്യാതൻ നമ്പൂതിരി, രണ്ടാമൻ പാലത്തോൻ നമ്പൂതിരി, മൂന്നാമൻ കേശവൻ നമ്പൂതിരി, 4 പരമേശ്വരൻ നമ്പൂതിരി, 5 കൽപ്പകശ്ശേരി രാമൻ നമ്പൂതിരി, 6 കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരി, 7 നമ്പൂതിരി, 10 കേശവൻ നമ്പൂതിരി, 20 കുട്ടൻ നമ്പൂതിരി, 30 ഗോപൻ നമ്പൂതിരി, 40 പരമേശ്വരൻ നമ്പൂതിരി, 50 കാവാലി ശങ്കര പണിക്കർ, 60 നമ്പൂതിരി, 61 നമ്പൂതിരി, 62 നമ്പൂതിരി, 63 നമ്പൂതിരി, 64 നമ്പൂതിരി, 65 വിളിച്ച് പറയണോ ഞാൻ? പറയണോ ഞാൻ? പറ, വിളിച്ച് പറയണോ ഞാൻ? സ്മാർട്ട് വിചാരം ഇവിടെ അവസാനിക്കുന്നു. 100 വർഷങ്ങൾക്കിപ്പുറം ഈ പിഴച്ചവരെ വിചാരണ ചെയ്യാൻ ഏത് നീതിന്യായ കോടതിക്ക് ധൈര്യമുണ്ട്? ഏത് അധികാര സ്ഥാനങ്ങൾക്ക് ധൈര്യമുണ്ട്? ഏത് സ്മാർട്ടിന് ധൈര്യമുണ്ട്? വിളിച്ച് പറയണോ? പറ. എവിടെയൊക്കെ, ഏതൊക്കെ ഹോട്ടലുകളിൽ, ഏതൊക്കെ റിസോർട്ടുകളിൽ, ഏതൊക്കെ റിസോർട്ടുകളിൽ, ഏതൊക്കെ റിസോർട്ടുകളിൽ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാപ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. മാമു കൊടുക്കുന്നു നങ്ങേലി.
കൊണ്ടുപോയത് ഒരു ഭൂതമായിരുന്നു. പാവം ഭൂതം. നങ്ങേലിയോട് ദയ തോന്നിയത് കൊണ്ട് ഭൂതം ഒടുവിലാവണ്ണി തിരിച്ചു കൊടുത്തു. പക്ഷേ ഇന്ന് മക്കൾ എന്നത്തേക്കുമായി നഷ്ടപ്പെട്ട് പുതിയ അമ്മമാർ. ഒന്നും രണ്ടുമല്ല, 40 ദിവസം എന്റെ പൊന്നു മോളെ കാണാതെ, അവൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ അനുഭവിച്ച വേദന അറിയാൻ നിങ്ങൾക്ക്. 41-ാം നാൾ കീരി പറിച്ചൊരു പഴന്തുണി പോലെ അവൾ എത്തിയപ്പോ ഒരു തോട് മുറിച്ച് കിടക്കുമ്പോ പോലും അവളെ നെഞ്ചോടടച്ചു പിടിച്ചു നിന്നിരുന്ന ഞാൻ എന്റെ മോളെ എന്റെ മോളെ അവൾ എന്നിട്ട് നിങ്ങൾ മാര്യന്മാർ എന്തൊക്കെയാ ചോദിച്ചേ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോളെ മയക്കി കിടത്തി ചുറ്റിലും വേട്ടപ്പട്ടികൾ കാവൽ നിൽക്കുമ്പോ അവളെ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടിയിരുന്നത്? പറ, അവളെ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടേണ്ടിയിരുന്നത്? വാ മൂടിക്കെട്ടി തടവുകാരിയാക്കി എണ്ണിയാൽ തീരാത്ത കഴുകന്മാരെ അകത്തും പുറത്തും കാവൽ നിർത്തി ഊരും പേരുമറിയാത്ത നാടുകളിൽ രാത്രിയും പകലും മാറി മാറി. പക്ഷേ എന്നും ഒന്നും പോലെയാവില്ല. വേട്ട നായ്ക്കളുടെ പല്ലിൽ നിന്നും വീണ്ടുകീറിയ നെഞ്ചുമായി ഇതാ മറ്റൊരമ്മ ഈ കുലത്തിൽ. ഇവൾ പറയും അവസാന വാക്ക്.